അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഒരു ദിവസം പഠിക്കുന്നതിലൂടെ നമുക്ക് ദിവസവും ഓരോ പുതിയ അറിവ് നേടാം എന്ന വിഷയമാണ് നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. ഇതിനു വേണ്ടി വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രം ചെലവഴിച്ചാൽ കേൾക്കാൻ സാധിക്കും. നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, ഹദീസിന്റെ കിതാബുകളിൽ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഉണ്ട്. നാം അതിൽ നിന്നുള്ള ഒരു ഹദീസിന്റെ എങ്കിലും അർത്ഥം അറബിയിൽ ഹദീസ് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഭാഷയായ മലയാളത്തിലെങ്കിലും അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ഒരു മഹബത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഒരു ഹദീസ് 51-ാമത്തെ ഭാഗമാണ്, 51-ാമത്തെ ഹദീസാണ്. ഇതിന്റെ മുമ്പ് ഈ ചാനലിൽ 50 ഹദീസുകൾ വന്നിട്ടുണ്ട്. സൗകര്യാർത്ഥം അതൊക്കെ കേൾക്കണം എന്ന് ഉണർത്തുകയാണ്. മാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്റദ് എന്ന് പറയുന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിന്റെ 56-ാമത്തെ പേജിലുള്ള ഹദീസാണ് നിങ്ങളെ മുന്നിൽ വെക്കുന്നത്. حدثنا أبو نعيم قال حدثنا بشير بن سليمان عن مجاهد قال كنت عند عبيد الله بن عمرو وغلامه يسلخ ساعة فقال يا غلام إذا فرغت فابتدأ بجارنا اليهودي فقال رجل من القوم اليهودي أصلحك الله قال إني سمعت النبي صلى الله عليه وسلم يوصي بالجار حتى خشينا أو رؤينا أنه سيحدثه. ഇതാണ് ഹദീസ്. ഇനി അതിന്റെ അർത്ഥം മാനപ്പെട്ട സുലൈമാൻ റളിയല്ലാഹു അൻഹു മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലായി. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുലാം, അടിമ, ഒരാടിനെ അറുത്ത് തോൽ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടി റെഡിയാക്കി. ഫഖാല, അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഗുലാമു, അടിമേ. യാ ഗുലാമു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമാണ് അടിമേ. ഇതാ ഫറഗ്ത, നീ ഇതിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ തോല് പൊളിച്ച് മാംസമാക്കി മുറിച്ച് പാകമാക്കിയാൽ യഹൂദി, നമ്മളെ അയൽവാസിയായ ജൂതന് അതിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഫഖാല റജുലുൻ മിനൽ ഖൗമി, അപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളിൽപ്പെട്ട ഒരു പുരുഷൻ ചോദിച്ചു, യഹൂദി, ജൂതനായ അയൽവാസിക്ക ജൂതൻ എന്തിനാ കൊടുക്കണത്? അസ്ലഹക്കല്ലാഹ്, നിങ്ങൾ അല്ലാഹു നന്നാക്കട്ടെ. ജൂതന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ആള് മോശമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ. ഖാല, അവര് പറഞ്ഞു, ഇന്നി സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടിട്ടുണ്ട്, യൂസി ബിൽ ജാരി, അയൽവാസിയെ സംബന്ധിച്ച് വസിയത്ത് ചെയ്യുന്നത്. എത്രത്തോളം എന്നാ, ഞങ്ങൾ ഭയപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞങ്ങൾ അഭിപ്രായപ്പെട്ടു, അന്നഹു സയുവരിസുഹു, ശേഷം കുറച്ചുകൂടി കഴിഞ്ഞാൽ അയൽവാസിക്കും അനന്തര സ്വത്ത് ലഭിക്കുമോ എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായി. അത്രയും അയൽവാസിയുമായിട്ടുള്ള കടമകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്
വസിയ്യത്ത് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന. വേറെ ഹദീസിൽ പല രീതിയിൽ കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ അങ്ങനെ വന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കരുതി എന്ന് പറയുന്ന ഹദീസുമുണ്ട്. അപ്പോൾ അയൽവാസി അത് മുസ്ലിമാണോ അല്ലേ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്ന ഈ ഹദീസിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവരെ നാം സഹായിക്കുകയും അവരോട് നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.